അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ ഈ വേദിയിലെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹുവിന് അൽ അലീം എന്ന പേരുണ്ട്. അല്ലാഹുവിൻ്റെ അൽ അലീം എന്ന പേര് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തിരുമൊഴികളിലും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ ജ്ഞാനത്തെ, അറിവിനെയാണ് പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സമയം ഒരു മഹൽ ചരിതം, മഹാസംഭവം നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് ഇവിടെ ഓർമ്മയിൽ കൊണ്ടെത്തിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ മഹത്വവും വലിപ്പവും നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല, ആ സംഭവം നമ്മൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു മഹൽ ചരിതമാണ്. അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാമയും തമ്മിലുള്ള അറിവ് തേടിയുള്ള യാത്ര. നമ്മൾ സൂറത്ത് കഹ്ഫിൽ പാരായണം ചെയ്യുന്ന സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും അതുപോലെ ഇമാം അഹ്മദ് മുസ്നദിലും നിവേദനം ചെയ്യപ്പെട്ട റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ചാണ് ഇൻഷാ അല്ലാഹ് ഒരു വിഷയം ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കുറേ പാഠങ്ങൾ, അതിൽ നമ്മുടെ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ട് പ്രസ്തുത യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. എങ്കിലും ആ ചരിത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ, നമുക്ക് കുറേ പാഠങ്ങൾ അതിൽ പഠിക്കാനുണ്ട് എന്നതിനാൽ ഇവിടെ കൊണ്ടുവരികയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും യാത്രയുടെ ആ ചരിത്രം തിരുമൊഴിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു പറയണം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖാമ മൂസ അലൈഹിസ്സലാം ഖതീബൻ ഫി ബനി ഇസ്രായീൽ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ മൂസ ഇബ്നു ഇമ്രാൻ
ഇസ്രായേൽ സന്തതികളിൽ ഒരു പ്രാസംഗികനായി നിന്നു. അത്തരുണത്തിൽ ഫസുഇല അയ്യുന്നാസി അഅലം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഒരു ചോദ്യം, ജനങ്ങളിൽ ഏറ്റവും ജ്ഞാനമുള്ള അറിവുള്ള വ്യക്തി ആരാണ്? അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ്. ഫഅതബല്ലാഹു അലൈഹി ഇദ് ലം യറുദ്ദൽ ഇൽമ ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഗുണദോഷിച്ചു. എന്തുകൊണ്ട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമിനെ അള്ളാഹുവിലേക്ക് മടക്കി പറയാത്തത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും അറിവുള്ളവനാണ് എന്ന് പറയുന്നതിന് പകരം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബിയാണ്. അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളത് ആരാണ്? നബിയാണല്ലോ. അപ്പോൾ ആളുകളിൽ ഏറ്റവും അറിവുള്ളവൻ താനാണ് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായിട്ടും പ്രതികരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ആ വിഷയത്തിൽ ഗുണദോഷിച്ചു. എന്നിട്ട് ഫഔഹല്ലാഹു ഇലൈഹി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൻ്റെ ബോധനം അതെന്താണ്? അന്ന അബ്ദൻ മിൻ ഇബാദി ബിമജ്മഇൽ ബഹ്റൈൻ ഹുവ അഅലമു മിൻക, മൂസ, എൻ്റെ ദാസന്മാരിൽ ഒരു ദാസൻ, അദ്ദേഹമുള്ളത് മജ്മഉൽ ബഹ്റൈനിലാണ്, രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്താണ്. ഹുവ അഅലമു മിൻക, മൂസ, നിങ്ങളെക്കാൾ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയോട് പറഞ്ഞു. ഖാല, അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ റബ്ബ് ഫദുല്ലനി അലൈഹി, റബ്ബേ, അങ്ങനെ എന്നേക്കാൾ അറിവുള്ള ഒരു ദാസൻ നിനക്കുണ്ട് എങ്കിൽ ആ ദാസനെ എനിക്കൊന്ന് അറിയിച്ചു തന്നാലും. അപ്പോൾ ഫഖീല ലഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയപ്പെട്ടു, ഇഹ്മൽ ഹൂതൻ, ഒരു മത്സ്യത്തെ എടുക്കാൻ പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ ആ മത്സ്യം മാലിഹൻ എന്നാണ്. ആ മത്സ്യം ഉപ്പൊക്കെ പുരട്ടി ഭക്ഷിക്കാൻ പാകമായ മത്സ്യമാണ്. എന്ന് പറഞ്ഞാൽ ജീവനുള്ള മത്സ്യമല്ല, ജീവനറ്റ ഒരു മത്സ്യം, അതിൽ ഉപ്പൊക്കെ പുരട്ടി തിന്നാൻ യോഗ്യമാക്കപ്പെട്ട പാകപ്പെടുത്തപ്പെട്ട മത്സ്യമാണ്. അതിനെടുക്കാൻ പറഞ്ഞു. അത് ഫീ മിക്തൽ, ഒരു കൊട്ടയിലെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫൈദ ഫഖത്തൽ ഹൂത്ത് ഫർജി ഫഇന്നക സതൽഖ, മത്സ്യമായിട്ട് പോകാൻ പറഞ്ഞു. ഈ മത്സ്യം എവിടെ വെച്ചാണോ ഈ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെ നിനക്ക് മൂസ നിന്നേക്കാൾ അറിവുള്ള ആ ദാസനെ കണ്ടെത്താനാവും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ ബോധനം. ചില റിപ്പോർട്ടുകളിൽ കാണാം, എവിടെ വെച്ചാണോ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെ വെച്ച് കാണാം, ഹൈസു യുൻഫഖു ഫീഹി റൂഹ്, അവിടെ വെച്ചായിരിക്കും ആ മത്സ്യത്തിൽ റൂഹ് ഊതപ്പെടുന്നത്. അപ്പം ഇത് തിന്നാൻ പാകമായ മത്സ്യമാണല്ലോ, അതിന് ജീവനില്ല, അതിനെ കൊട്ടയിലിട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഏതൊരു സ്ഥലത്ത് വെച്ചാണോ ഈ മത്സ്യത്തിൽ അള്ളാഹു റൂഹ് ഇടുന്നത് അവിടെ നിനക്ക് ആരെ കണ്ടെത്താം? നിന്നേക്കാൾ ജ്ഞാനമുള്ള ആ വ്യക്തിയെ കണ്ടെത്താം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ ഫന്തലക ബി ഫതഹ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു വലയക്കാരനുണ്ട്, ഒരു യുവാവ്, സഹായി, ആ യുവാവിനെയും കൊണ്ട് പുറപ്പെട്ടു. ആ യുവാവിൻ്റെ പേര് യൂഷ ഇബിൻ നൂൻ എന്നാണ്. യൂഷ ഇബിൻ നൂൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയൊക്കെ സന്താന പരമ്പരയിൽ ജീവിച്ച പ്രവാചകനാണ് യൂഷ ഇബിൻ നൂൻ. ഈ യൂഷ ബിൻ നൂൻ ഇസ്രായേലിയരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിച്ച കാലഘട്ടത്തിൽ ഇസ്രായേലിയരിൽ നേതാവ് ആരായിരുന്നു? യൂസുഫായിരുന്നു, ഈജിപ്തിൽ. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഇസ്രായേലിയരെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നയിച്ചു. ഇസ്രായേലിയരെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് സമുദ്രം മാർഗേണ മറുകര പറ്റി തീ മരുഭൂമിയിൽ ഇസ്രായേലിയർ 40 വർഷം കഴിച്ചുകൂട്ടി. 40 വർഷം. ഈ 40 വർഷം കഴിച്ചു കൂട്ടിയപ്പോൾ ആ കാലഘട്ടത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടത്. സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും മരണപ്പെട്ടത്. മൂസ, ഹാറൂൻ എന്നിവരുടെ മരണശേഷം ഇസ്രായേലിയരെ നയിക്കുവാൻ നിയോഗിതനായ പ്രവാചകനാണ് ആര്? യൂഷ ഇബിൻ നൂൻ. യൂഷ ഇബിൻ നൂൻ മൂസയുടെ മരണശേഷമല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് യൂഷ ഇബിൻ നൂനുണ്ട്. മൂസാക്ക് ശേഷം
ഇസ്രായേലിനെ നയിക്കാനും പഠിപ്പിക്കാനും അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് യൂഷ ഇബ്ൻ നൂൻ. ഈ യൂഷ ബിൻ നൂനാണ് ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ യാത്രയിൽ സഹവസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫത. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഹമല ഹൂതൻ ഫീ മിക്തൽ. ഒരു കൊട്ടയിൽ യൂഷ ഒരു മീൻ എടുത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് യൂഷയോട് പറഞ്ഞു, ലാ ഉകല്ലിഫുക ഇല്ലാ അൻ തുഖ്ബിറനി ബിഹൈസു യുഫാരിഖുകൽ ഹൂത്. യൂഷയോട് മൂസ പറഞ്ഞു, യൂഷ, നിങ്ങളെ ഞാൻ ഈ യാത്രയിൽ ബുദ്ധിമുട്ടിക്കൂല, എൻ്റെ കൂടെ കൂട്ടിയിട്ട്. എവിടെ വെച്ചാണോ കൊട്ടയിൽ നിന്ന് മീൻ നഷ്ടമാകുന്നത് അവിടെ വരെ നിങ്ങൾ എൻ്റെ കൂടെ ക്ലേശം സഹിച്ചു വന്നാൽ മതി, അതിനപ്പുറം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ യൂഷ പറഞ്ഞു, മാ കല്ലഫ്ത കസീറൻ മൂസ, നിങ്ങളൊരു ഭാരിച്ച കാര്യമൊന്നുമല്ല, കുറേ കൽപ്പനകളൊന്നും നൽകിയിട്ട് നിങ്ങൾ എനിക്കൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പ്രതികരിച്ചു. അങ്ങനെ യൂഷ ബിൻ നൂനെയും കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദ് ഖാല മൂസ ലിഫതാഹ് ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ ഔ അംദിയ ഹുഖബ. നമ്മൾ സൂറത്ത് കഹ്ഫിൽ പാരായണം ചെയ്യുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ യുവാവിനോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? മജ്മഉൽ ബഹ്റൈനിൽ ഞാൻ എത്തുവോളം, അല്ലെങ്കിൽ ധാരാളം കാലം ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂഷനായിട്ട് പോണത്. ഇവിടെ മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥലം എന്നാണ്. ഏതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച എത്തിപ്പെട്ട രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം? ആ സംഗമസ്ഥാനത്ത് വെച്ചാണ് അവർക്ക് മത്സ്യത്തെ നഷ്ടമായത്. അവിടെയാണ് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുന്നത്. ഏതാണ് ആ സ്ഥലം? പല അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ പറഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും വേർതിരിക്കുന്ന ജബൽ താരിഖ് മദിയക് ജിബ്രാൾട്ടർ കടലിടുക്കാണ് ഈ മജ്മഉൽ ബഹ്റൈൻ. അവിടെയാണ് തഞ്ച എന്ന് പറയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലം. അവിടെ വെച്ചാണ് ഈ കണ്ടുമുട്ടൽ. ചിലർ പറഞ്ഞില്ല, റോമ കടലിനെയും പേർഷ്യൻ കടലിനെയും വേർതിരിക്കുന്ന ബാബ് മന്ദബ് എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഈ ചരിത്ര സ്ഥലം മജ്മഉൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങളുടെ സംഗമഭൂമി. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈജിപ്തിൽ നൈൽ നദി മെഡിറ്ററേനിയൻ കടൽ മധ്യധരണ്യായുമായിട്ട് സംഗമിക്കുന്ന സ്ഥലം ദിമിയാത്ത് എന്ന് പറയും. ദൽത്ത മിസ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈജിപ്തിലെ പ്രസിദ്ധമായ സ്ഥലം ഇന്നും അവിടെയാണ് ഈ സംഗമ സ്ഥലം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചിലർ പറഞ്ഞത് ഖലീജ് അൽ അഖബയും ഖലീജ് സുവൈസും, സുവൈസ് കടലെടുക്കും, അതേപോലെ തന്നെ അഖബ കടലെടുക്കും സംഗമിക്കുന്ന സ്ഥലം. നമ്മൾ വേൾഡ് മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെങ്കടലിൻ്റെ വടക്ക് ഭാഗം മനസ്സിലായില്ലേ? ഈ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നത് ഏതാ? സുയസ് കനാലാണ്, സുയസ് കനാൽ. അപ്പോൾ ഈ സുയസ് ഭാഗത്തേക്കുള്ള കടലെടുക്കുന്നുണ്ട്. ചെങ്കടലിൻ്റെ ബഹ്റുൽ കുൽസും എന്ന പേരിൽ അറിയപ്പെടുന്ന ചെങ്കടലിൻ്റെ വടക്ക് ഭാഗത്തുള്ള കടലെടുക്കുന്നുണ്ട്. അതേപോലെ അഖബ കടലെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സംഗമസ്ഥാനം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിൻ്റെ നടുവിലാണ് സീനാ മരുഭൂമി ഉള്ളത്. അപ്പോൾ ഈ സംഗമസ്ഥാനത്താണ് ഈ മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. മുത്തവല്ലിയ ഷാറാവിയെ പോലുള്ളതായ ആധുനിക മുഫസ്സിരീങ്ങൾ ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് കുറേ ചരിത്രങ്ങളെ കൂട്ടി വെച്ച്, അതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളൊക്കെ ക്രമീകരിച്ച് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഇതാണ് മജ്മഉൽ ബഹ്റൈൻ. ഏതായാലും സ്ഥലം ഇന്നത് എന്നുള്ളത് വിശ്വസിക്കാൻ നിർബന്ധമായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളലും അത് മനസ്സിലാക്കലാണ് നമ്മളുടെ മേൽ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് മനസ്സിലാക്കാം, നമ്മളുടെ വിഷയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഹത്താ ഇദാ അതയ സഖറത,
യൂഷ ബിൻ നൂനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും പ്രയാണം തുടങ്ങി. അവരൊരു പാറയുടെ അടുക്കലെത്തി. അങ്ങനെ റൂസഹുമ അവിടെ എത്തിയപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും യൂഷ ബിൻ നൂനും കിടന്നു. ഫറഖദ മൂസ, അവിടെ വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിപ്പോയി. വൽതറബൽ ഹൂതു ഫഖറജ ഫസഖത ഫിൽ ബഹർ, കൊട്ടയിൽ ചുമന്നിരുന്ന മത്സ്യം അവിടെ വെച്ച് പിടക്കുകയും അത് സമുദ്രത്തിലേക്ക് വീഴുകയും അങ്ങനെ സമുദ്രത്തിൽ അത് ചലിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് എന്ത് ചെയ്തത്? ഈ ജീവനില്ലാത്ത മത്സ്യത്തിന് റൂഹ് വീണത്. അത് കൊട്ടയിൽ നിന്ന് പിടച്ച് സമുദ്രത്തിലേക്ക് വീണു. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, നമുക്കറിയാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും യൂഷവും വഹിച്ചിരുന്നതായ മത്സ്യം അത് കൊട്ടയിൽ നിന്ന് പിടച്ച് കടലിലേക്ക് വീണിട്ട് ഇത് കടലിൽ പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ആ മത്സ്യം പോയ മാർഗേണ ഒരു തുരങ്കമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മത്സ്യം പോയ സ്ഥലത്തുണ്ടല്ലോ വെള്ളം കല്ല് പോലെയായി, ഐസായി. എന്ന് മാത്രമല്ല ഹദീസിൽ കാണാം ഫഅംസകല്ലാഹു അനിൽ ഹൂതി ജിരിയത്തൽ മാ, വെള്ളം ചലിക്കണ വെള്ളമാണല്ലോ, അത് മത്സ്യത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചു. ഫജഅല ലാ യൽതമിഉ അലൈഹി, മത്സ്യം ഇതിന് ഒരിക്കലും വെള്ളം ഏൽക്കണില്ല. പിന്നെയോ മത്സ്യം പോയ മാർഗേണ ഒരു തുരങ്കം ഇങ്ങനെ ഉണ്ടായി. ഹത്താ സാറ മിസ്ലൽ കവ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെടിപ്പഴുതു പോലെ ഒരു തുരങ്കം ഇങ്ങനെ ഉണ്ടായി ഈ മത്സ്യം പോയ വഴിയിൽ, വെള്ളം ഇങ്ങനെ ഉറച്ചിട്ട്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി ഉണ്ടല്ലോ, ഇങ്ങനെ വിരലുകൾ കൂട്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ ഒരു ഹോൾ, വെള്ളത്തിൽ ഒരു ഹോൾ ഉണ്ടായി, ആ മത്സ്യം പോയ മാർഗേണ. മത്സ്യം വീണുപോയി. ആ സമയത്ത് യൂഷ ബിൻ നൂൻ ഇത് യൂഷയെ കാണുന്നുണ്ട്. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ യൂഷ പറഞ്ഞു ലാ ഊഖിലുഹു, ഉറങ്ങണം മൂസനെ ഇനിയിപ്പോൾ വിളിച്ചോണ്ടണ്ട. അങ്ങനെ ഫലമ്മസ്തൈഖല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കമുണർന്നപ്പോൾ നസിയ സാഹിബുഹു അൻ യുഖ്ബിറഹു ബിൽ ഹൂത്ത്, യൂഷ ബിൻ നൂൻ മത്സ്യം വീണുപോയ വിവരം പറയാൻ മറന്നുപോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വേഗം തട്ടിപ്പറഞ്ഞ എഴുന്നേറ്റപ്പോഴത്തേക്ക് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം ഈ മത്സ്യം പോയ വിവരം മൂസയോട് പറയാൻ മറന്നുപോയി. അങ്ങനെ ഫന്തലഖ ബഖിയത യൗമിഹിമ വലൈലതിഹിമ എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും യൂഷവും ഈ മത്സ്യം വീണത് മറന്നിട്ട് പകലിൻ്റെ ശിഷ്ടഭാഗവും രാവും എന്ത് ചെയ്തു? വീണ്ടും നടന്നുപോയി. ഇത്രയും പിന്നെയും നടന്നുപോയി. അങ്ങനെ ഫലമ്മ അസ്ബഹ മൂസ, നേരം വെളുത്തപ്പോൾ, രാത്രി മുഴുവൻ നടന്നതിന് നേരം പുലർന്നപ്പോൾ ഖാലലി ഫത്താഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യൂഷവിനോട് പറഞ്ഞു ആതിന ഗദാഅന ലഖദ് ലഖീന മിൻ സഫരിന ഹാദാ നസബ, ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. ഭക്ഷണം എന്താ അവരെ കൂടെ ഉള്ളത്? ഈ ഇപ്പൊക്കെ തേച്ച് പാകപ്പെടുത്തിയ മീനാണ്, മത്സ്യമാണ്, അത് കൊണ്ടുവരാൻ പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലഖദ് ലഖീന മിൻ സഫരിന ഹാദാ നസബ, ഈ യാത്രയിൽ നല്ല വിശപ്പ് പിടികൂടിയിട്ടുണ്ട് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വലം യജിദ് മൂസ മസ്സൻ മിനൻ നസബി ഹത്താ ജാവസൽ മകാൻ അല്ലദീ ഉമിറ ബിഹി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വിശപ്പ് അനുഭവപ്പെട്ടില്ല അദ്ദേഹം കൽപ്പിക്കപ്പെട്ട ആ സ്ഥലം കടന്നു പോകുന്നത് വരെ. എത്ര സ്ഥലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അദ്ദേഹം കടന്നു പോകണമെന്ന്? അത് കടന്നു പോയിട്ടല്ലാതെ മൂസാക്ക് വിശപ്പ് അനുഭവിച്ചില്ല എന്നുള്ളതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം ചോദിച്ചപ്പോൾ യൂഷ പറയാണ് അറഅയ്ത ഇദ് അവൈന ഇല സഖ്റ ഫഇന്നി നസീതുൽ ഹൂത്ത് വമാ അൻസാനിഹി ഇല്ല ശൈത്വാനു അൻ അദ്കുറ വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ. അപ്പോഴാണ് യൂഷവ് ഓർക്കുന്നത്. എന്താ യൂഷവ് പറഞ്ഞത്? മൂസ, നമ്മൾ പാറയിൽ കിടന്നില്ലേ, ഈ സമയം ഞാൻ മത്സ്യത്തിൻ്റെ കാര്യം മറന്നുപോയി. ഫൈനി നസീത്തുൽ ഹൂത്ത്, മത്സ്യത്തിൻ്റെ കാര്യം മറന്നുപോയി. എന്താ മത്സ്യത്തിൻ്റെ കാര്യം? മത്സ്യം കൊട്ടയിൽ നിന്ന് പിടച്ച് ചാടി അത് സമുദ്രമാർഗേണ പോയിരിക്കുന്നു എന്ന കാര്യം ഞാൻ മറന്നുപോയി. വമാ അൻസാനിഹു ഇല്ല ശൈത്താൻ, മത്സ്യത്തിൻ്റെ കാര്യം നിങ്ങളോട് പറയാൻ എന്നെ മറപ്പിച്ചത് പിശാച് മാത്രമാണ്, ശൈത്താൻ മാത്രമാണ്. മാത്രമല്ല വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ, മത്സ്യം
സമുദ്രമാർഗേണ പോയതൊരു അത്ഭുതകരമായ നിലക്കാണ്. അത് സാധാരണ വെള്ളത്തിൽ ചാടിയിട്ട് മീനൊക്കെ പഠിച്ചു പോകും പോലെ നീന്തിയാണ്ട് പോയതല്ല. പിന്നെയോ മത്സ്യം കൊട്ടയിൽ നിന്ന് സമുദ്രത്തിൽ ചാടി, എന്നിട്ട് സമുദ്രജലം ഒരു കല്ല് പോലെ, മത്സ്യത്തിന് അതിലൊരു ഹോളും, ആ ഹോളിലൂടെയാണ് മത്സ്യം പോയത്. ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് യൂഷ ബിൻ നൂൻ പറഞ്ഞു. ഫകാന ലിൽ ഹൂതി സറബ വലിമൂസ വഫതാഹു അജബ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മത്സ്യം വീണു പോയ ഭാഗം മത്സ്യത്തിനൊരു തുരങ്കമായിരുന്നു, മൂസാക്കും കൂടെയുള്ള യൂഷഇനും അതൊരു അത്ഭുത വാർത്തയുമായിരുന്നു. അത്ഭുതമല്ലേ അത്? സമുദ്രത്തിൽ ജലം കല്ലുപോലെ, മാത്രമല്ല മത്സ്യം പോകുന്നിടം കല്ലിലൂടെ മത്സ്യത്തിന് പോകാൻ പറ്റിയാണ്. എത്രയാണ് മത്സ്യം പോകണത്, അവിടെയൊക്കെ ഒരു ഹോൾ ഇങ്ങനെ ഉണ്ടാകുകയാണ്, അങ്ങനെ മത്സ്യത്തിന് പോകാൻ. അത് അത്ഭുതമല്ലേ? അത്ഭുത വാർത്തയാണ്. അപ്പോൾ ഫഖാല മൂസ, ഇത്തരുണത്തിൽ മൂസ പറഞ്ഞു, ദാലിക മാ കുന്നാ നബ്ഗ്. യൂഷ, ആ സ്ഥലമാണ് നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം. എന്തിനാ? ആരന്വേഷിക്കണത്? എന്തിനാ അന്വേഷിക്കണത്? ഭക്ഷണം കഴിക്കാനാ? അല്ല, പിന്നെയോ? തന്നേക്കാൾ അറിവുള്ള ഒരാൾ ഉണ്ട് എന്ന് ആര് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസയോട് പറഞ്ഞു, മൂസാനേക്കാൾ അറിവുള്ള ഒരാൾ ഉണ്ട് എന്ന്. ആ ആൾ എവിടെയാണുള്ളത്? അത് ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തത് ഇതാണ്. ഒരു മത്സ്യമായിട്ട് പോവുക, എവിടെ വെച്ചാണ് മത്സ്യം നഷ്ടപ്പെടുന്നത് ആ സ്ഥലത്താണ് ആ അറിവുള്ള വ്യക്തി അഥവാ ഖിദർ അല്ലെങ്കിൽ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അതാണ് ദാലിക മാ കുന്നാ നബ്ഗ്, നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം ആ മത്സ്യം പോയ സ്ഥലമാണ്. അങ്ങനെ ഫർത്തദ്ദ അലാ ആസാരിഹി മാ ഖസസ, മൂസയും യൂഷ ബിൻ നൂനും വന്ന വഴിയെ മടങ്ങി. ഫറജഅ യഖുസാനി ആസാറഹുമാ ഹത്ത ഇൻതഹയ ഇല സഖറ. അങ്ങനെ വന്ന വഴിയെ മടങ്ങിയിട്ട് അവർ ഉറങ്ങി ആ പാറണ്ടല്ലോ അവിടെ എത്തി. ഫവജദ ഫിൽ ബഹരി ഖത്വാഖി മമറൽ ഹൂത്ത്. അവിടെ എത്തിയപ്പോൾ മൂസയും യൂഷയും സമുദ്രത്തിൽ മത്സ്യം പോയ വഴി കണ്ടു. അത് ഖത്വാഖ്, ഒരു തുരങ്കം പോലെയാണ്. തുരങ്കം പോലെ ആ ഭാഗം കാണുകയുണ്ടായി. അപ്പോൾ ഫഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാ ഹുന വസിഫലി, ഈ സ്ഥലമാണ് എനിക്ക് വിവരിക്കപ്പെട്ടത്. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആരെ കാണും? തന്നേക്കാൾ അറിവുള്ള ആ വ്യക്തിയെ കാണും എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅതാഫ ബിഹ, ആ സ്ഥലത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചുറ്റി സഞ്ചരിച്ചു. ഫൈദാ ഹുവ ബിൽ ഖദിരി, അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇങ്ങനെ ചുറ്റി അന്വേഷിച്ചപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയെ മീറ്റ് ചെയ്യാൻ സാധിച്ചു, കണ്ടുമുട്ടി. മുസജ്ജം ബിസൗബിൻ, എങ്ങനെയാണ് ഖദിർ ഇരിക്കുന്നത്? ഒരു വസ്ത്രം ഇങ്ങനെ മൂടിയിട്ടാണ്. ഫസല്ലമ അലൈഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിറിനോട് സലാം പറഞ്ഞു. ഫകശഫൽ ഖദിറു അൻ വജ്ഹി, ഖദിർ ഇങ്ങനെ അലൈഹിസ്സലാം ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ സലാം കേട്ടപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മുഖത്ത് നിന്ന് മൂടി നീക്കി വസ്ത്രം ഉയർത്തി. വഖാൽ, ഖദിർ ചോദിച്ചു, ഹൽ ബി അർദി മിൻ സലാം, ഈ എൻ്റെ നാട്ടിൽ എന്നോട് സലാം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇതെന്ത് സലാമാ? അഥവാ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് കേൾക്കുന്ന സലാമാണ് ആ നാട്ടിൽ. ഒന്നുകിൽ ആ നാട്ടുകാർ മുസ്ലിമീങ്ങളല്ല, അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ തഹിയ്യത്ത് അഭിവാദ്യ രീതി എന്തല്ല? സലാമല്ല. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ സലാമോ എന്നാര് ചോദിച്ചത്? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. എന്നിട്ട് ഖദിർ ചോദിച്ചു, മൻ അൻത്, ആരാ നിങ്ങൾ? ഈ സലാം പറഞ്ഞ ആളോട് ചോദിക്കുകയാണ്, ആരാണ് താങ്കൾ? അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അന മൂസ, ഞാൻ മൂസയാണ്. അപ്പം ഫഖാൽ, ഖദിർ ചോദിച്ചു, മൂസ ബനി ഇസ്രായേൽ, ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട മൂസയാണോ? ഖാല നഅം. അപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അതെ, ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലിൽപ്പെട്ട മൂസയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ഖദിർ ചോദിച്ചു, മാ ജാഅ ബിക്, എന്തിനാ നിങ്ങൾ വന്നത്? മൂസയോട് ചോദിക്കുകയാണ് ഖദിർ, എന്തിനാ നിങ്ങൾ വന്നത്? അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ,
എന്തിനാ ഞാൻ വന്നതെന്നോ? അത് ഹൽ അത്തബിയുക്, ഞാൻ നിങ്ങളെ അനുഗമിക്കട്ടെ. എന്തിന്? അല അൻ തുഅല്ലിമനി, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ, മിമ്മ ഉല്ലിംത റുഷ്ദ, സന്മാർഗമായി നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യം. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്ന ജ്ഞാനം അത് നുകരുന്നതിന് വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയണം, ഞാൻ നിങ്ങളോടൊപ്പം വരട്ടെ, അതിനാണ് ഞാൻ വന്നത് എന്ന് പറയണം. അപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, മൂസ നിങ്ങൾക്കൊരിക്കലും എൻ്റെ കൂടെ ക്ഷമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, ക്ഷമിച്ചുകൊണ്ട് എന്നെ അനുധാവനം ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? എന്നിട്ട് ഖദിർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയണം, യാ മൂസ, മൂസ ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹി അല്ലമനി, എനിക്ക് അള്ളാഹു എന്നെ പഠിപ്പിച്ച ജ്ഞാനമുണ്ട്, ആ അറിവനുസരിച്ചാണ് ഞാൻ, അള്ളാഹു എന്നെ പഠിപ്പിച്ച അറിവനുസരിച്ചാണ് ഞാനുള്ളത്. ലാ തഅലമു അൻത, ആ വിവരം നിങ്ങൾക്കറിയില്ല. വ അൻത അലാ ഇൽമിൻ അല്ലമകഹു അല്ലാഹ് ലാ അഅലമുഹു, മൂസ നിങ്ങൾക്കും അള്ളാഹു പഠിപ്പിച്ച അറിവുണ്ട്, ആ അറിവ് എനിക്കുമില്ല. അവിടെ നോക്കൂ നിങ്ങൾ, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദിർ പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ച അറിവ് എനിക്ക് കിട്ടാൻ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന്. അപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം, മൂസ അള്ളാഹു എനിക്ക് അറിവ് പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു പഠിപ്പിച്ച അറിവാണ്, അത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് അള്ളാഹു കുറേ അറിവ് നൽകിയിട്ടുണ്ട്, അതും അള്ളാഹു നൽകിയതാണ്, അത് എനിക്കറിയില്ല. ഇതാണ് ആര് പറയുന്നത്? അന്യോന്യം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്. അമാ യക്ഫീക അന്ന തൗറാത്ത ഫി യദൈക് ബി യദൈക്, മൂസ നിങ്ങളെ ഞാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ കൊണ്ടത്, നിങ്ങളുടെ കയ്യിൽ തൗറാത്തില്ലേ, അതുപോലെ നിങ്ങൾക്ക്. വ അന്നൽ വഹ്യ യഅതീക്, അള്ളാഹുവിൻ്റെ വഹ്യ് നിങ്ങൾക്ക് വരുന്നുണ്ട്, അതും പോരെ നിങ്ങൾക്ക്. ഇതൊക്കെ ആരാ ചോദിക്കണത്? ഖദിർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ, മാത്രമല്ല നിങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടില്ലാത്ത കാര്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാനാകും എന്നും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയേണ്ടായി. അതിൻ്റെ അർത്ഥം എന്താ? ഷൈഉൻ ഉമിർതു ബിഹി അൻ അഫ്അലഹു ഇദാ റഅയ്തഹു ലം തസ്ബിർ, ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാനാവില്ല. ഇതാണ് ആര് പറയുന്നത്? ഖദിർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്. ഖാല, അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വല അഅസി ലക അംറ, ക്ഷമിക്കാൻ കഴിയും, നിങ്ങൾക്ക് എന്നെ ക്ഷമാലുമായിട്ട് കണ്ടെത്താം, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൽപ്പനയെ ധിക്കരിക്കുകയില്ല എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പ്രതികരിച്ചു. അപ്പോൾ ഫഖാല ലഹുൽ ഖദിർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഖദിർ പറഞ്ഞു, ഫൈൻ ഇത്തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ, നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യുകയാണ് എങ്കിൽ, എൻ്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വരെ, ഞാൻ എന്ത് ചെയ്യുന്നത് കണ്ടാലും നിങ്ങളെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല, പിന്നീട് ഞാൻ നിങ്ങൾക്ക് വിവരം അതിനെക്കുറിച്ച് നൽകും എന്ന് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസയോട് പറഞ്ഞു. ഖാലന, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എഗ്രി ചെയ്തു, ഓക്കെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഫന്തലക യംശിയാനി അലാ സാഹിലിൽ ബഹർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയും സമുദ്രതീരത്തിലൂടെ രണ്ടുപേരും നടന്നു. ലൈസ ലഹുമാ സഫീന, സമുദ്രത്തിൽ നടക്കണം എന്തിനാ? സമുദ്രത്തിലൂടെ പോകാൻ അവർക്ക് എന്തില്ല? കപ്പലില്ല. ഫമറത്ത് ബിഹിമാ സഫീന, അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ അടുക്കലൂടെ ഒരു കപ്പൽ പോകുന്നത്. ഫകല്ലമൂഹും അൻ യഹ്മിലൂഹുമാ, അപ്പോൾ മൂസയും ഖദിറും കപ്പലിൻ്റെ ആളുകളോട് സംസാരിച്ചു, ഞങ്ങൾ ഈ കപ്പലിൽ നിങ്ങളൊന്ന് വഹിക്കണം എന്ന് പറഞ്ഞു. ഹദീസിൽ കാണാം, ഫഅറഫുൽ ഖദിർ, ഈ കപ്പലിൻ്റെ ആളുകൾക്ക് ഖദിറിനെ മനസ്സിലായി, കാരണം ഖദിർ ആ നാട്ടിലുള്ള ആളാണ്. ഫഖാലു, അപ്പോൾ കപ്പലിൻ്റെ ആളുകൾ പറഞ്ഞു, അബ്ദുല്ലാഹി സാലിഹ് ഖദിർ, അള്ളാഹുവിൻ്റെ സാലിഹായ ഒരു ദാസനാണ് ഖദിർ. ലാ നഹ്മിലുഹു ബിഅജ്ർ, കൂലി വാങ്ങിയിട്ട് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകില്ല, ഒരിക്കലും കൂലി വാങ്ങിയിട്ട് ഒരിക്കലും ഞങ്ങൾ കൂടെ കയറ്റൂല. ഖദിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനാണ്, അദ്ദേഹത്തിന് കൂലി വാങ്ങിയിട്ട് കൊണ്ടുപോവുക അതൊരിക്കലുമില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഹമലൂഹുമാ ബിഗൈരി നൗലിൻ, കൂലിയൊന്നും വാങ്ങാതെ മൂസയെയും ഖദിറിനെയും അവർ അവരുടെ കപ്പലിൽ കയറ്റി.
ഫജ അങ്ങനെ ഈ കപ്പലിൽ ആളുകളോടൊപ്പം മൂസയും ഖദിറും പോവുകയാണ്, കപ്പലിൽ പോവുകയാണ്. ഫജാ ഉസ്ഫൂറുൻ, ഇത്തരുണത്തിൽ ഒരു ഉസ്ഫൂർ വന്നു, കുരുവി. ഫവഖഅ അലാ ഹർഫിൽ സഫീന, ആ കുരുവി വന്നിട്ട് കപ്പലിൻ്റെ ഒരു ഭാഗത്തിരുന്നു. ഫനഖറ നഖറതൻ ഔ നഖറതൈനി ഫിൽ ബഹർ, ഈ കുരുവി എന്താ ചെയ്തത്? ഒരു കിളി കപ്പലിൻ്റെ ഒരു ഭാഗത്തിരുന്നിട്ട് സമുദ്രജലത്തിൽ നിന്ന് തൻ്റെ കൊക്കുകൊണ്ട് ഒരു കൊത്ത് അല്ലെങ്കിൽ 2 കൊത്ത് ഇങ്ങനെ കടലിൽ വെള്ളം കൊത്തി. കടലിൽ 1 അല്ലെങ്കിൽ 2 തവണ വെള്ളം ഈ കുരുവി കൊത്തി. ഫഖാലൽ ഖദിർ, ഇത്തരുണത്തിൽ ഖദിർ പറഞ്ഞു, യാ മൂസ, മൂസ, മാ ഇൽമി വ ഇൽമുക് മിൻ ഇൽമില്ലാഹി ഇല്ലാ മിസ്ലു മാ നഖസ ഹാദൽ ഉസ്ഫൂറു മിൻ ഹാദൽ ബഹർ. ഈ കുരുവി വെള്ളം കൊത്തി എടുത്തപ്പോൾ അതിനെ ചൂണ്ടിയിട്ട് ഖദിർ പറയാണ്, മൂസ, മാ ഇൽമി വ ഇൽമുക്, എൻ്റെ അറിവ് നിങ്ങളുടെ അറിവ്. ഖദിറിന് അറിവുണ്ട്, അള്ളാഹു നൽകിയ അറിവ്. മൂസാക്ക് അറിവുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അറിവ്. നമ്മൾ 2 പേരുടെയും അറിവ് അത് അള്ളാഹുവിൻ്റെ അറിവിനെ അപേക്ഷിച്ച് എത്രയാണ്? ഈ കുരുവി വെള്ളത്തിൽ കൊത്തിയപ്പോൾ ആ വെള്ളത്തിൽ കുരുവി എത്രയാണോ തൻ്റെ കൊക്ക് നനയിപ്പിച്ചത്, കൊക്കിലെടുത്തത്, അത്ര മാത്രമാണ് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അക്ബർ. അതായത് മഹാസമുദ്രം, ആ മഹാസമുദ്രത്തിൽ ഒരു കുരുവി കൊത്തിയെടുത്ത വെള്ളം എത്രയാണോ ആ തോത് അള്ളാഹുവിൻ്റെ ബൃഹത്തായ മഹത്തായ അറിവിൽ നിന്ന് മൂസാക്ക് ലഭിച്ചത് ഖദിറിന് ലഭിച്ചത്. ഖദിർ ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. നമ്മൾ സൂറത്ത് കഹ്ഫ് ഓതും പറയുന്നില്ലേ, ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിൽ നിന്നുള്ള അറിവ് പഠിപ്പിച്ച ദാസനാണ് ആര്? ഖദിർ. തൗറാത്ത് നൽകി, ബോധനം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പകർന്ന പ്രവാചകനാണ് മൂസ. മൂസാൻ്റെ അടുത്തുള്ളതും എന്താണ്? അള്ളാഹു നൽകിയ ജ്ഞാനാണ്. ഖദിറിൻ്റെ അടുത്തും അള്ളാഹു നൽകിയ ജ്ഞാനാണ്. ഇവർ 2 പേരും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കുറിച്ച് ബലമായ അഭിപ്രായം പ്രവാചകനാണ് എന്നുള്ളതാണ്. വേറെ അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അള്ളാഹു നൽകിയ ഇവരുടെ ജ്ഞാനം അത് അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് കുറഞ്ഞത് എത്രയാണ്? ഈ സമുദ്രത്തിൽ കുരുവി കൊത്തിയെടുത്തപ്പോൾ എത്ര വെള്ളമാണോ കുറഞ്ഞത് അത്രയാണ് എന്ന് അവിടെ വെച്ച് ഖദിർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു. പിന്നെ യാത്രയുടെ തുടർഭാഗമാണ് നമ്മളുടെ വിഷയം. നമ്മൾ അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അലീം എന്ന പേരിനെ കുറിച്ച്. അലീം എന്നുള്ളത് അറിയിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഇൽമിനെയാണ്, അറിവിനെയാണ്. അള്ളാഹുവിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അള്ളാഹു ബികുല്ലി ഷൈഇൻ അലീമാണ്, എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായതിനെക്കുറിച്ചും ഉണ്ടായിട്ടുള്ളത് എങ്ങനെയെന്നതിനെക്കുറിച്ചും ഉണ്ടാവാത്തത് ഉണ്ടായിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചും ജ്ഞാനമുള്ളവനാണ്. അടുത്തത് അകന്നത് വ്യത്യാസമില്ലാതെ, ചെറുത് വലുത് വ്യത്യാസമില്ലാതെ, നേർത്തത് കടുത്തത് വ്യത്യാസമില്ലാതെ, ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമില്ലാതെ എല്ലാം സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിൻ്റെ ജ്ഞാനാണ്. അള്ളാഹുവിൻ്റെ അറിവ് മഹനീയാണ്. അള്ളാഹുവിൻ്റെ അറിവ് എല്ലാത്തിനെയും ചുഴിഞ്ഞു നിൽക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവിനെ തെറ്റിച്ചും വെട്ടിച്ചും നമുക്കൊന്നും ചെയ്യാനോ നമുക്കൊന്നും മനസ്സിലാക്കാനോ ഇല്ല എന്നുള്ളത് കട്ടായാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ അറിവിനെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ മഹൽ നാമമാണ് അലീം എന്നുള്ളത്. ആ അറിവ് എത്ര എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. തുടർന്ന് അതിൻ്റെ ബാക്കി ഞാൻ ചുരുക്കി പറയാം.
എന്താണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖദിറും ആ യാത്ര തുടർന്നു. നമ്മൾ സൂറത്ത് കഹ്ഫിൽ പാരായണം ചെയ്യുന്ന സംഭവങ്ങൾ. എന്താ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ ചെയ്തത്? കപ്പലിൻ്റെ ഒരു പലക ഖദിർ അടർത്തിയെടുത്ത്, ഫ്രീ ആയിട്ട് തങ്ങളെ കയറ്റി കൊണ്ടുപോകുന്ന കപ്പലിൻ്റെ ഒരു പലക അടർത്തിയെടുത്ത് അതിൽ കുറേ ആണിയൊക്കെ മേടി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത്. ഫഅമദൽ ഖദിറു ഇലാ ലൗഹ് മിൻ അൽവാഹി സഫീനതി ഫനസഅഹു, ഒരു പലക ഊരിയെടുത്ത് ഫഖറഖഹ, അങ്ങനെ അതിനെ ഒരു ഓട്ടാക്കി, കപ്പലിന് വലിയ ഓട്ടാക്കി. പലക എടുത്തിട്ടുണ്ടെങ്കിൽ ദ്വാരായില്ലേ. മാത്രമല്ല വത്തദ ഫീഹ വത്തദൻ, കുറേ ആണിയൊക്കെ മേടി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞൊന്നും ചോദിക്കരുതെന്ന്. പക്ഷേ ഇത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അഖറഖ്തഹ ലിതുഗ്രിഖ അഹ്ലഹ, ആ കപ്പലിൽ നിങ്ങൾ ദ്വാരം വീഴ്ത്തിയോ? കപ്പലിലുള്ള ആളുകൾ കടലിൽ മുങ്ങാൻ വേണ്ടി എന്ന് അക്ഷമയിൽ സംസാരിച്ചു. ഖൗമുൻ ഹമലൂന ബിഗൈരി നൗൽ, ഒരു കൂലിയൊന്നും വാങ്ങാതെയാണ് ഈ കൂട്ടർ നമ്മളെ കപ്പലിൽ കയറ്റിയത്. അമത്ത ഇലാ സഫീനതിഹിം ഫഖറഖ്തഹ ലിതുഗ്രിഖ അഹ്ലഹ, എന്നിട്ട് അവരുടെ കപ്പൽ അവരെയും കൊണ്ട് മുങ്ങാൻ എന്നോണം നിങ്ങളതിൽ ദ്വാരം വീഴ്ത്തിയോ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിറിനോട് ചോദിച്ചു. ലഖദ് ജിഅ്ത ശൈഅൻ ഇംറാ, നിങ്ങളൊരു മോശമായ, എതിർക്കപ്പെടേണ്ട കാര്യമാണ്, നീരസമായ, അനിഷ്ടകരമായ കാര്യമാണ് ചെയ്തത് എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ ഖദിർ ഇടപെട്ടിട്ട് പറഞ്ഞു, അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്ര, മൂസ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ യാത്രയിൽ നിങ്ങൾക്ക് എന്നോടൊത്ത് ക്ഷമിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമാപണം നടത്തി. ലാ തുആഖിദ്നി ബിമാ നസീത്, മറന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടികൂടലേയും വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്ര, ഒരു പ്രയാസകരമായ കാര്യം എന്നോട് നിർബന്ധിച്ചിട്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കരുത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഖദിറിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 3 തവണയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അക്ഷമ പ്രകടിപ്പിച്ചത്. ഒന്ന് ഈ കപ്പൽ തുറന്ന സന്ദർഭത്തിൽ, രണ്ടാമത്തേത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കൊന്ന വിഷയത്തിൽ, മൂന്നാമത്തേത് ഒരു നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചാൽ നാട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ചു, അവരുടെ പൊളിഞ്ഞു വീഴാറായ മതിൽ ഖദിർ നന്നാക്കി കൊടുത്തു. മനസ്സിലായില്ലേ? ഈ 3 കാര്യങ്ങളിലും എന്ത് ചെയ്തു? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിറിന് മുമ്പിൽ അക്ഷമ പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫകാനത്തിൽ ഊലാ മിൻ മൂസ നിസിയാനൻ, ഒന്നാമത്തെ ഇടപെടൽ മൂസായിൽ നിന്ന് അതൊരു മറവിയിൽ സംഭവിച്ചാണ്. വൽ വുസ്താ ഷർത്തൻ, രണ്ടാമത്തേത് ഷർത്ത് ഉണ്ടായിരുന്നു, എന്ത്? ഇനി ചോദിക്കുകയാണെങ്കിൽ കൂടെ കൂട്ടണ്ട എന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ചോദ്യം വന്നത്. വസാലിസത്തു അമദൻ, മൂന്നാമത്തേത് എന്താ? വസാലിസത്തു അംദൻ, മൂന്നാമത്തേത് ബോധപൂർവ്വമാണ്. ഏത്? ആ മതിൽ നന്നാക്കിയ കേസ് പറഞ്ഞത്. അതോടുകൂടി എന്താ ചെയ്തത്? അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ആര്? ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് ഇവിടെ തുടർന്ന് പറയുന്നത്. അതിൽ യാത്ര തുടർന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമാപണം നടത്തിയപ്പോൾ അങ്ങനെ ഫമറു ബി ഗുലാമിൻ യൽഅബു മഅ സിബിയാൻ, കുട്ടികളോടൊത്ത് കളിക്കുന്ന ഒരു കുട്ടിയുടെ അടുക്കലൂടെ ഇവർ നടന്നു. അങ്ങനെ ഖദിർ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ തല പിടിച്ചു, അങ്ങനെ ആ കുട്ടിയെ വധിച്ചു, കത്തി കൊണ്ട് അറുത്തു എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്യ് പ്രകാരം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്ന കർമ്മമാണത്. ഇത് കണ്ടപ്പോൾ കപ്പലിൻ്റെ ഒരു പലക അടർത്തിയപ്പോൾ തന്നെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടിയെ വധിക്കുക എന്ന് പറഞ്ഞപ്പോഴോ അത് മൂസ അലൈഹി സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫദുഇറ ഇൻദഹ മൂസ ദഅറതൻ മുൻകറ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറ്റെന്തായിന്ന പിന്നെ അക്ഷമ പ്രകടിപ്പിച്ചു, ടെൻഷൻ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ആ ഖതൽത നഫ്സൻ സകിയ്യതൻ ബിഗൈരി നഫ്സ്, ഒരാളെ കൊന്നതിനല്ലാതെ ഒരു വിശുദ്ധമായ മനുഷ്യനെ നീ ഹനിക്കുകയോ എന്ന് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചോദ്യം ചെയ്തു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊല്ലപ്പെട്ട വ്യക്തി ലം തഅമൽ ബിൽ ഹിൻസ് എന്നാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന നിലക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടത്. ലഖദ് ജിഅ്ത ശൈഅൻ നുക്ര, മഹാപരാധമാണ് ഖദിർ നിങ്ങൾ ചെയ്തത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ വീണ്ടും ഖദിർ ഇടപെട്ട് പറഞ്ഞു, അലം അഖുൽ ലക് ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്ര, മൂസ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് യാത്ര ചെയ്യാനാവില്ല എന്ന്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഈ സന്ദർഭത്തിൽ റഹ്മത്തുള്ളാഹി അലൈന വഅല മൂസ ലൗല അന്നഹു അജിൽ ലറഅൽ അജബ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ധൃതി കാണിച്ചു, തിരക്ക് കാണിച്ചു. അതില്ലായിരുന്നുവെങ്കിൽ ഇനിയും അത്ഭുതങ്ങൾ ഖദിറിനോടൊത്ത് യാത്ര തുടർന്നാൽ കാണാൻ കഴിയുമായിരുന്നു എന്നാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ ഇടപെട്ട് അതിൽ ഖദിർ ചോദ്യം ചെയ്തപ്പോൾ ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ ഫലാ തുസാഹിബിനി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ. ഇനി ഞാൻ നിങ്ങളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ യാത്രയിൽ കൂടെ കൂട്ടണ്ട, നിങ്ങൾക്ക് എന്നെ പിരിച്ചുവിടാൻ ഒഴിവാക്കാനുള്ള ന്യായമായ കാരണം ലഭിച്ചിരിക്കുന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഖദിറിനോട് പറയേണ്ടായി. അങ്ങനെയാണ് ഇവർ വീണ്ടും യാത്ര പോണത്. ആര്? മൂസയും ഖദിറും. എന്താ സംഭവിച്ചത്? ഫന്തലക ഹത്ത ഇദാ അതയ അഹ്ല ഖറിയ. രണ്ടാളും പോയി ഒരു നാട്ടിലെത്തി. ആ നാട്ടുകാരെ കുറിച്ച് ഹദീസിൻ്റെ ലഫ്ദുൽ ലിആമൻ, അവർ അത്ര നല്ല സ്വഭാവക്കാരായിരുന്നില്ല. ഫതാഫ ഫിൽ മജാലിസ്. ആ നാട്ടുകാരുടെ സദസ്സ് ഉണ്ടല്ലോ, നാട്ടുകാർ കുറേ സ്ഥലത്തുണ്ട്. അവരുടെ സദസ്സുകളിലൂടെയൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും പോയി ഖദിറും പോയി, രണ്ടാളും പോയി, ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. എങ്ങനെ? ഇസ്തതാമ അഹ്ലഹ. ആ നാട്ടുകാരോട് വല്ലതും തിന്നാൻ തരുമെന്ന് ചോദിച്ചിട്ട്, ഭക്ഷണം തരുമെന്ന് ചോദിച്ചിട്ടാണ് എന്ത് ചെയ്തത്? അവരുടെ മജ്ലിസുകളിലൂടെ മൂസയും ഖദിറും നടന്നു പോയത്. ഫഅബൗ അൻ യുദയ്യിഫുഹുമ. ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം നൽകാൻ വിസമ്മതിച്ചു. ഫവജദ ഫീഹാ ജിദാറ യുരീദു അൻ യൻഖദ്. അപ്പോഴാണ് ആ നാട്ടുകാരുടെ ഒരു മതിൽ പൊളിഞ്ഞു വീഴാനായി നിൽക്കുന്നത് ഇവർ രണ്ടാളും കാണുന്നത്, മൂസയും ഖദിറും കാണുന്നത്. അതിങ്ങനെ ചാഞ്ഞു നിൽക്കണം. മായിൽ എന്നാണ് ഹദീസിൻ്റെ ലഫ്ദിൽ കാണുന്നത്. ഇങ്ങനെ പൊളിഞ്ഞു വീഴാൻ ചാഞ്ഞു നിൽക്കുകയാണ്. ഫഅഖാമഹു. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ആ പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന മതിലിനെ മാറ്റി കെട്ടിക്കൊടുത്ത്, അത് നേരാക്കി കെട്ടിക്കൊടുത്ത്. അങ്ങനെ അത് ഫസ്തഖാം, നേരെ ആയി, മതിൽ നേരെയായി. അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ട് പറയുന്നത് ഫഖാല ലഹു മൂസ മിമ്മാ നസല ബിഹിം മിനൽ ജഹദ്. റസൂലുള്ള പറയാണ്, വിശപ്പിൻ്റെ ആധിക്യം കാരണത്താൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പോയി. എന്താ പറഞ്ഞത്? ഖൗമുൻ അതൈനാഹും. ഈ നാട്ടുകാരുടെ പ്രത്യേകത, നമ്മൾ അവരുടെ അടുക്കൽ ചെന്നു. ഫലം യുതഈമൂന. നാട്ടുകാർ നമ്മളെ പൊരിഞ്ഞ ഈ വിശപ്പ് സഹിച്ച് നമ്മൾ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ ബാധ്യതയാണ് വല്ലതും തിന്നാൻ തരിക എന്നുള്ളത്. വിശപ്പ് വായിക്കാൻ പറ്റുമല്ലോ, വല്ലതും തിന്നാൻ തരിക എന്നുള്ളത്. അവർ തിന്നാൻ തന്നില്ല എന്ന് മാത്രമല്ല, വലം യുദയ്യിഫൂന. വല്ലതും തരുമെന്ന് ചോദിച്ചപ്പോഴോ വിരുന്ന് കൂട്ടിയതുമില്ല. എന്നിട്ട് അമത്ത ഇല ഹായിത്തിഹിം. നിങ്ങൾ അവരെ പൊളിഞ്ഞ വീഴാനായ മതിൽ നന്നായി കൊടുക്കാൻ തീരുമാനിച്ച്. ലൗ ശിഅ്ത ലത്തഖത്ത അലൈഹി അജ്റ. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ മതിൽ നന്നായി കൊടുത്തിട്ട് അതിൻ്റെ കൂലി അവരുടെ അടുത്ത് നിന്ന് വാങ്ങാമായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ അജ്റൻ നഅ്കുലുഹു, നമുക്ക് ഭക്ഷണം വാങ്ങി തിന്നാനുള്ള കൂലി അവരുടെ അടുത്ത് നിന്ന് വാങ്ങാമായിരുന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിറിനോട്. അപ്പോൾ എന്തായി? ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. ഇതോടുകൂടി നിങ്ങളും തമ്മിലുള്ള ബന്ധം വേർപാടായി. ഇനി നിങ്ങൾ ഈ യാത്രയിൽ എൻ്റെ കൂടെയില്ല എന്ന് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ. നിങ്ങൾക്കിതുവരെ ക്ഷമിക്കാൻ കഴിയാത്ത എൻ്റെ പ്രവൃത്തികൾ, അതിനെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം എന്ന് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്തു. ഇവിടെ ഈ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഒരു അനുബന്ധ വിഷയം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാൾക്കും എത്ര ശ്രേഷ്ഠത ഉണ്ട്! ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അരുളപ്പെട്ട മഹാനാണ്, അള്ളാഹുവിൽ നിന്ന് ഇൽമ് നേടിയ മഹാനാണ്. അദ്ദേഹം നബിയാണ് എന്നുള്ളത് പ്രബല അഭിപ്രായം, വീക്ഷണ വ്യത്യാസം ഉണ്ടെങ്കിലും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കലീമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ കലീമായ പ്രവാചകനാണ്. കല്ലമ അല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി എന്നാണ്, നമ്മളിൽ നിന്നുള്ള മഹബ്ബത്ത് മൂസ നിങ്ങളിലേക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ മഹാനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ രണ്ട് വ്യക്തികൾ, മഹൽ വ്യക്തികൾ, ആ വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്? ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടുകാരോട് അന്നം ചോദിക്കുന്നത്. ആ നാട്ടുകാർ അവർക്ക് കൊടുത്തോ? അവർക്ക് കൊടുത്തില്ല.
ഇതിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കേണ്ട പാഠം? ആ നാട്ടുകാർ അവരെ പരിഗണിച്ചില്ല, അവർക്കൊന്നും കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ ഇവരുടെ മക്കാമിന് വല്ല ഇടിച്ചെല്ലും സംഭവിച്ചോ? ഇവർക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഖദീറിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ഈ ഒരു പക്ഷവായന നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളോട് നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആളുകൾ നമ്മളെ വിഗണിച്ചു, ആളുകൾ നമ്മളെ പരിഗണിച്ചില്ല, ഗൗനിച്ചില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ സംശുദ്ധരാണ്, ആ നിലക്ക് നമ്മളെക്കുറിച്ച് നമുക്കൊരു മതിപ്പുണ്ട് എങ്കിൽ ആളുകൾ പരിഗണിച്ചില്ല എന്നുള്ളത് നമ്മളൊരു വിഷയമാക്കേണ്ടതില്ല. ഒരിക്കലും അതിൻ്റെ പേരിൽ നമ്മുടെ സ്ഥാനമിടിയുകയോ റബ്ബിങ്കൽ നമ്മളുടെ പദവി തകരുകയോ ഇല്ല. ഇവിടെ നോക്കി നിങ്ങൾ, ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊന്ന് ഖദീർ അലൈഹി സ്വലാത്തു വസ്സലാം. അവർ നന്നേ ക്ഷീണിതരാണ്, ഭക്ഷണം കഴിക്കാത്തതിനാൽ ഒറ്റ അവശരുമാണ്. എന്നിട്ടാണ് ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടുകാരോട് വല്ലതും ഭക്ഷിക്കാൻ തരുമെന്ന് ചോദിക്കണേ. കാരണം അവർ ആ നാട്ടുകാരല്ല, അവർ യാത്രയിലാണ്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പാതയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എത്ര ക്ലേശകരാണ്. എന്നിട്ടും ആ നാട്ടുകാരോട് ചോദിച്ചിട്ട് അവർക്ക് നൽകിയില്ല എന്നുള്ളതാണ്. വിശിഷ്ടന്മാർക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ അവസ്ഥകൾ സ്വാഭാവികമാണ്. ആളുകൾ പരിഗണിച്ചില്ല എന്ന് വരും, ആളുകൾ ഗൗനിച്ചിട്ടില്ല എന്ന് വരും. പക്ഷേ ആളുകളുടെ അടുക്കൽ അവരുടെ തുലാസിൽ നമുക്ക് ഭാരം കുറവാണെങ്കിലും നമ്മളുടെ ഭാരം അള്ളാൻ്റെ തുലാസിൽ കൃത്യമായാൽ മതി. അള്ളാഹുവിങ്കൽ നമ്മളുടെ സ്ഥാനം അത് കൃത്യമായാൽ മതി. എന്നാൽ പിന്നെ ആളുകൾ പരിഗണിച്ചോ ഇല്ലേ ഒരു വിഷയമല്ല. ഇവിടെ ആളുകൾ അവഗണിച്ചു എന്നതിൻ്റെ പേരിൽ മൂസാക്കൊന്നും സംഭവിച്ചില്ല, ഖദീറിനും ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? ആളുകളുടെ തുലാസിലെ വെയിറ്റ് ഇല്ലാത്തുള്ളൂ. പക്ഷേ എവിടെ വെയിറ്റ് ഉണ്ട്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട്, മഹത്വമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പാഠം ഇതോടനുബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും മനുഷ്യർ ടെൻഷൻ അടിപ്പെട്ട്, മനുഷ്യർ ജീവിതത്തിൽ നൈരാശ്യം പൂണ്ട് പലപ്പോഴും ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുന്നത് എപ്പോഴാണ്? പടച്ചവൻ്റെ അടുത്ത് വല്ലതും കുറയും എന്ന് വിചാരിച്ചിട്ടല്ല, പിന്നെ പടപ്പുകളുടെ അടുത്ത് വല്ലതും കുറയും എന്നുള്ളത് കൊണ്ടാണ്. ചിലർ പടച്ചവൻ്റെ അടുത്തും പടപ്പുകളുടെ അടുത്തും ഒരുപോലെ വിഗണിക്കപ്പെടുന്ന അവസ്ഥ അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതേസമയം അള്ളാഹുവിങ്കൽ നമ്മൾ സ്വീകാര്യരാണ് എങ്കിൽ പടപ്പുകൾ അവരുടെ പരിഗണന എന്തായാലും ഒരു വിഷയമല്ല. തന്നാലും തടഞ്ഞാലും, പരിഗണിച്ചാലും വിഗണിച്ചാലും അതൊരു വിഷയമല്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തായിരിക്കണം? സ്വീകാര്യരായിരിക്കണം എന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊരു കവി അറിഞ്ഞില്ലേ, ദഹക്തു ഫഖാലു അലാ തഹ്തശിം, ബക്കൈതു ഫഖാലു അലാ തബ്തസിം, ബസംതു ഫഖാലു യുറാഇ ബിഹ, അബസ്തു ഫഖാലു ബദാമ കതം. ആളുകൾ ഇങ്ങനെയാണ്. അതായത് ദഹക്തു, ഞാൻ ചിരിച്ചപ്പോൾ ആളുകൾ പറയാണ് അലാ തഹ്തശിം, ചങ്ങായി എനിക്ക് ലജ്ജല്ലേ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഏത് നേരം. അപ്പം ബക്കൈത്തു, ഞാൻ കരഞ്ഞപ്പോൾ ആളുകൾ പറയണം അലാ തബ്തസിം, പുഞ്ചിരിക്കാൻ അറിയില്ല ഏത് നേരം ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പുഞ്ചിരിക്ക്. ബസംതു, അപ്പം ഞാൻ പുഞ്ചിരിച്ചു. അപ്പോൾ ആളുകൾ പറയണം യുറാഇ ബിഹ, ബസംതു ഫഖാലു യുറാഇ ബിഹ. കണ്ടോ പുഞ്ചിരി, കണ്ട കാപട്യാണ്, നിഫാക്കിൻ്റെ ചിറിയാണ് അവൻ്റെ ചിറി എന്നാണ് ആളുകൾ അപ്പോൾ സമ്മാനം വെച്ചത്. അബസ്തു, അപ്പം ഞാൻ അല്പം മുഖം കൂട്ടി നടന്നു. അപ്പോൾ ആളുകൾ പറയാണ് അബസ്തു ഫഖാലു ബദാമ കതം, ഉള്ളിലിരിപ്പാണ് ആ മുഖത്ത് തെളിയണത്. ആളുകൾ പറയാണ് ഉള്ളിലിരിപ്പാണ് ആ മുഖത്ത് തെളിയുന്നത്. സമത്തു ഫഖാലു കലീലുൽ ലിസാൻ, നതഖ്തു ഫഖാലു കസീറുൽ കലീം. സമത്തു, അപ്പം ഞാൻ മൗനിയായി നടന്നു. ഇനിയിപ്പോൾ മുണ്ടിയാലും കുറ്റം, മുണ്ടിയിട്ടില്ലെങ്കിലും കുറ്റം, മൗനം ഭജിച്ച് നടന്നപ്പോൾ ആളുകൾ പറയാണ് കലീലുൽ ലിസാൻ, മുണ്ടൊന്നുമില്ല, ടൈറ്റ് ഫിറ്റാണ്, കലീലുൽ ലിസാൻ, സംസാരിക്കാൻ തന്നെ വലിയ ഗർവാണ് എന്ന് പറഞ്ഞു. അപ്പം നതഖ്തു, അപ്പം ഞാൻ സംസാരിച്ചു തുടങ്ങി. ഇന്ന് ആളുകളോട് ഇനി മിണ്ടാതിരിക്കണ്ട, സംസാരിച്ച് നടന്നപ്പോൾ നതഖ്തു, ഞാൻ സംസാരിച്ചു. ഫഖാലു, അപ്പോൾ ആളുകൾ പറയാണ് കസീറുൽ കലീം, വായാടിയാണ്, ഭയങ്കര വായാടിത്താണ്. കവി പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്. കവി പറയാണ് യഖൂലൂന അശ്ശദ് ഇൻ ഖുൽതു ല, യഖൂലൂന അശ്ശദ് ഇൻ ഖുൽതു ല വമ്മഅതൻ ഹീന വാഫഖ്തുഹു. ഞാനൊരു കാര്യത്തിൽ ആളുകളോട് പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും വേണ്ട, ഓൻ എപ്പോഴും ഓൻ്റെ കാര്യം ഒറ്റക്ക,
ആളുകളോട് കൂടിയിട്ടൊരു കാര്യം എനിക്കില്ല അറിയും. വമ്മഴത്തൻ ഹൈന വാഫക്തുഹും, എന്നാൽ ആളുകളോട് ഞാൻ ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഓക്കെ എന്ന് പറഞ്ഞെങ്കിൽ പറയാം അതാ ഒപ്പം കൂടി അറിയും. ഇതാണ് ആളുകളുടെ സ്വഭാവം. അതുകൊണ്ട് കവി പറയാണ്, എനിക്ക് ബോധ്യമായി ആളുകളുടെ റിദ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ തൃപ്തി ലഭിക്കണമെങ്കിൽ എപ്പോഴും ആക്ഷേപത്തിന് വിധേയനാകണം, എപ്പോഴും ആക്ഷേപത്തിന് വിധേയനാണ്. അള്ളാഹിൻ്റെ തൃപ്തിക്ക് ഇതൊന്നും ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് ഇതൊന്നും ആവശ്യമില്ല. മനസ്സ് ശുദ്ധമായി അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രീതിപ്പെടും. റിദന്നാസ് ഗായത്തുൻ ലാ തുദ്റക്, അറബിയിലൊരു ഹിക്മത്താണ്, ഒരു തത്വമാണ്. റിദന്നാസ് ജനങ്ങളുടെ പ്രീതി, ഗായത്തുൻ ലാ തുദ്റക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ജനങ്ങളുടെ തൃപ്തി ഒരിക്കലും നേടിയെടുക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ചിരിച്ചാൽ പറയും ലജ്ജല്ല, കരഞ്ഞാൽ പറയും ചിരിച്ചൂടെ, പുഞ്ചിരിച്ചാൽ പറയും ലോകമാന്യതയാണ്, സംസാരിച്ചാൽ പറയും വായാടിയാണ്, മിണ്ടാതിരുന്നാൽ പറയും ഭയങ്കര ടൈറ്റാണ് അവൻ, അങ്ങനെ തന്നെയാണ്. അല്പമൊന്നും മുഖം ഭാവത്തിൽ വികാരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ പറയും ഉള്ളിലിരിപ്പതാണ് അറിയിക്കണത്, സംസാരിച്ചാൽ പറയും വായാടിയാണ്. ഇങ്ങനെയാണ് ആളുകളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ജനതൃപ്തി എപ്പോഴും അതൊരിക്കലും നേടാൻ പറ്റിയൊരു സംഗതിയല്ല. പക്ഷേ അള്ളാഹിൻ്റെ തൃപ്തി നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അത് നേടുന്നതാണ്. ഇവിടെ ഞാനിത് പറയാൻ കാരണം, നമ്മളിങ്ങനെ ഒരു ഹദീസൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഒരു സംഭവം മനസ്സിലാക്കുമ്പോൾ എത്ര മഹത്തുക്കളാണ് മൂസയും ഖദിറും എത്ര മഹത്തുക്കളാണ്. ആ മഹത്തുക്കളാണ് ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടുകാരോട് അല്പം ഭക്ഷണം ചോദിക്കുന്നത്. ഒരു സുദീർഘ യാത്രയിൽ ഏറെ വിശന്ന് വലഞ്ഞ് അവസാനം ഉണ്ടല്ലോ ആ നാട്ടുകാരുടെ മതിൽ വീഴാറായത് നേരാക്കി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖദിറിനോട് ബോധപൂർവ്വം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അന്നം ചോദിച്ചിട്ട് അത് തരാത്ത, ഒരു ഭക്ഷണം തരാത്ത ഈ ആളുകൾക്ക് നിങ്ങൾ അവരുടെ മതിൽ ഫ്രീ ആയിട്ട് നന്നായി കൊടുത്തോ? കൂലി ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് വല്ലതും തിന്നൂടായിരുന്നില്ല എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ കാരണം വിശപ്പിൻ്റെ കാഠിന്യം കാരണത്താലാണ്. രണ്ട് മഹത്വക്കളായ പ്രവാചകന്മാർ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവർക്ക് ഈ ഒരു ദുരവസ്ഥ ആ നാട്ടുകാരിൽ നിന്നുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയും. എങ്കിൽ ഇത്തരം മഹത്വക്കളെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ദുനിയാവിൽ പറഞ്ഞതാണ്. പക്ഷേ ആളുകൾ അവഗണിച്ചു, ആളുകൾ അന്നം നൽകിയില്ല, ആളുകൾ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ്, അള്ളാഹുവിൻ്റെ കലീമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൂർ പർവ്വതത്തിൻ്റെ അനുഗ്രഹീത ചെരുവിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് വഖറബ്നാഹു നജിയ്യ എന്നാണ്, വഖറബ്നാഹു നജിയ്യ രഹസ്യ ഭാഷണം നടത്തിയിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് അടുപ്പിച്ച മഹാനാണ് ആര്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദിറോ അള്ളാഹു അവൻ്റെ റഹ്മത്ത് അരുളി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ അരുളിയ മഹാനാണ്. മനസ്സിലായി? ഒരു കുറവുമില്ല, ഒരു പ്രശ്നമല്ല. പക്ഷേ അതെന്തുകൊണ്ട്? അത് നമ്മൾ വായിക്കണം. അവർ അള്ളാഹുവിങ്കൽ മഹത്വമുള്ളവരാണ്. എങ്ങനെ അള്ളാഹുവിങ്കൽ മഹത്വമുള്ളവരായി? അവരുടെ ഭൗതിക ജീവിതത്തിലെ ധർമ്മനിഷ്ഠയാണ്. ആ ധർമ്മനിഷ്ഠമായ ജീവിതം രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെയാണ്, ആൾക്കൂട്ടത്തിലും ആളൊഴിഞ്ഞപ്പോഴും ഒരുപോലെയാണ്. ഇങ്ങനെ അള്ളാഹുവിങ്കൽ നമ്മളുടെ രഹസ്യത്തിലും പരസ്യത്തിലും ആൾക്കൂട്ടത്തിലും ആളൊഴിഞ്ഞിടത്തും വിജനതയിലും സൂക്ഷ്മതയിലാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ തുലാസിൽ നമുക്ക് കനമുണ്ട് എങ്കിൽ, പിന്നെ ആളുകൾ അവരുടെ അളവുകോലുകളിൽ നമ്മളെ വിഗണിച്ചാലും വിഷയമല്ല എന്നുള്ളതാണ് ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കുറേ ചരിത്രങ്ങളും ഇതുപോലെ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ തുടർത്താം. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്, അവരുടെ ആ കപ്പൽ യാത്രയിൽ ഒരു കുരുവി വന്ന് കപ്പലിൻ്റെ വക്കിൽ നിന്ന് സമുദ്രജലം കൊക്കിൽ കൊത്തിയെടുത്തപ്പോൾ അത് ചൂണ്ടി ഖദിർ പറഞ്ഞു മൂസയോട്, മൂസ എനിക്കും അറിവുണ്ട്, നിങ്ങൾക്കും അറിവുണ്ട് അള്ളാഹു പകർന്നതായ ആ അറിവ്. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ട അറിവ് എത്രയാണ് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് കുറച്ചത്? ഈ കുരുവിയുടെ കൊക്കിൽ എന്താണോ സമുദ്രത്തിൽ നിന്ന് കുത്തിയെടുത്തത് അത്രത്തോളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ മഹത്വം എത്രയാണ്? ആ അറിവ്
എത്രമാത്രം ഉന്നതമാണ്. ഇങ്ങനെ അറിവുള്ളവൻ എന്നുള്ളതാണ് അലീം എന്നുള്ള നാമം അർത്ഥമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട മറ്റു ചില ചരിത്രങ്ങളുണ്ട്. നമുക്കടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അത് മനസ്സിലാക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കേവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ഷിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട നല്ലൊരു മജ്ലിസിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗമേകി അള്ളാഹു നമ്മളെല്ലാം ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم نجي المسلمين المستضعفين في كل مكان. اللهم نجي المسلمين المستضعفين في كل مكان. اللهم نجي المسلمين المستضعفين في كل مكان. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.